ഞങ്ങൾ സമസ്തയുടെ പ്രസിഡന്റിനും ഇൻചാർജ് ജനറൽ സെക്രട്ടറിക്കും ഇത് സംബന്ധമായിക്കൊണ്ട് നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളതിനെ നടപടിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല. അത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അത് അവർ പ്രതികരിക്കില്ലല്ലോ, മുഷാവറ ചേർന്നല്ല അവർ അതിന് മറുപടി നൽകും. മുഷാവറ ചേർന്ന് അവർ മറുപടി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അല്ല, ഒരാളേക്കാൾ നല്ലത് ഒരാളെന്നല്ല. ഒരാൾ അതിന് ഫിറ്റാണോ എങ്കിൽ അദ്ദേഹം അത് പറയും. ഇനി മറ്റൊരാൾ അതിനേക്കാൾ ഫിറ്റിനേക്കാൾ ക്ഷണിക്കും. ഒരാളേക്കാൾ മറ്റൊരാൾ എന്നത് ഒരു തുലനം ചെയ്ത് ആപേക്ഷികമായിക്കൊണ്ട് ഇതിന് മെറിറ്റ് കണക്കാക്കി വിധി പറയേണ്ട കാര്യമല്ല ഇത്. ഞങ്ങളിനി കുഞ്ഞാടി സാഹിബ് അല്ലാതെ വിശദീകരിക്കാൻ പറ്റുന്ന ആൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും വിളിക്കും. അല്ലല്ല, കുഞ്ഞാടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നാളിതുവരെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളിതൊരു പക്ഷേ സാധ്യമാണെങ്കിൽ ഞങ്ങളതിൻ്റെ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ വകുപ്പ് മന്ത്രി എന്നതിൽ അദ്ദേഹത്തെ ക്ഷണിക്കും. അതുപോലെ തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വഖഫ് ബോർഡിൽ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ക്ഷണിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. ഇതിലൊരു തുറന്ന സമീപനമാണ്. എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം, എല്ലാവരും വിശദീകരിക്കാം. അതിന് UDF-ൻ്റെ MLA നൗഷാദ് അലി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ, UDF-ൻ്റെ ഭാഗത്തോട്. അത് വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അത് വിശദീകരിക്കും. അതവർ തുറന്ന സമീപനത്തോടെ ഇതിനെ കാണുന്നത്. ഞങ്ങൾ സംഘാടക സമിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഘടകം, ഒരു സംഘടന ഉണ്ടാക്കിയതാണ്. അതൊരു മുസ്ലിം ലീഗിൻ്റെയോ സമസ്തയുടെയോ അല്ലെങ്കിൽ SMF-ൻ്റെയോ CPM-ൻ്റെയോ ഒന്നും ബാനറിലല്ല. സംഘാടക സമിതി. സംഘാടക സമിതിയുടെ ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതിൻ്റെ കൺവീനർ അബ്ദുസമദ് പൂക്കോട്ടൂർ. ഇല്ല, വിശദീകരിക്കാൻ വേണ്ടി ഈ സംഗതി വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംഘാടക സമിതി രൂപീകരിക്കാൻ. അതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നെ സംബന്ധിച്ചുകൊണ്ടൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഒരു സംഘടനയുടെയും ലേബിളിലല്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞങ്ങളിത് മനസ്സിലാക്കുന്നത് CPM-ൻ്റെ ചട്ടുകമായി അവരൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. CPM രാഷ്ട്രീയ ഗെയിം ഇതിലൊക്കെ ഇറക്കും. CPM സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. കാരണം CPM-ന് തന്നെ അറിയാം ഹൈക്കോടതിയിൽ എന്താണ് CPM പറഞ്ഞത്. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ CPM ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു ഭാഗത്ത് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, ആ വിജ്ഞാപനത്തിൽ പറയുക 2 ആളുകളുടെ ഒഴിവ് ഞങ്ങൾ നികത്തിക്കോളാം എന്ന് പറയുക. എന്നിട്ട് അത് ബോധ്യമായൊരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു പണ്ഡിതനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് തെറ്റ് പ്രചരിപ്പിക്കുക. ഇത് CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗെയിമാണ്. അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ നമ്മൾപ്പെട്ട ആളുകൾ തയ്യാറാവരുത്. അതിന് CPM അല്ല, ഏത് പാർട്ടി ആയാലും പരസ്പരം അങ്ങുമിങ്ങും അകലാൻ. ഇവിടെ ഏറ്റവും വലിയ വില്ലൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണിത്. ആ ആക്ടിനെ മറികടക്കേണ്ടത് വഖഫ് ബോർഡിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് മതേതരത്തെ കാക്കുന്ന എല്ലാവരുടെയും കടമയാണ്. അത് ചെയ്യാതെ ഒരർത്ഥത്തിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിട്ടുള്ള മതേതരത്വത്തിൻ്റെ ഭിന്നിപ്പ്, സാമുദായിക ധ്രുവീകരണം, ഇതിന് അടിമയാകുന്നു അല്ലെങ്കിൽ വിധേയരാകുന്നു എന്ന് പറയേണ്ടി വരും. ഇത്തരം ചർച്ചകൾ മനഃപൂർവ്വം നിർമ്മിച്ചുണ്ടാക്കുന്നവരുടെ നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ. അല്ല, ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അതിൻ്റെ സുതാര്യതയോടുകൂടി മുന്നോട്ട് പോകും. കഴിഞ്ഞ മുഷാവറ പറഞ്ഞു ജനറൽ സെക്രട്ടറി ഇൻചാർജ് ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർക്കാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രതിസന്ധി ഒരു നിൽക്കും, അതിൻ്റെ അഭാവം ഒരു പ്രതിസന്ധി ആയിക്കൊണ്ട് എവിടെയും തുടരുന്നില്ല. എന്നിട്ടും ആലുകുട്ടി ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർക്ക് അതിൻ്റെ ചുമതല മുഷാവറ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത മുഷാവറ ആലുകുട്ടി ഉസ്താദിൻ്റെ 40-ാം നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം, വഫാത്തിൻ്റെ വിട പറയുന്നതിൻ്റെ 40-ാം നാൾ കഴിഞ്ഞതിന് ശേഷം ഉചിതമായ തീരുമാനം മുഷാവറ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങളല്ലല്ലോ ഈ വിവാദം ഉണ്ടാക്കിയത്. വഖഫുമായി ബന്ധപ്പെട്ട നിരന്തരമായി കഴിഞ്ഞ ദിവസം CPM-ഉം അതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനും വഖഫ് ബോർഡ് അംഗവും നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണങ്ങൾ പല വഴിക്ക് നടത്തി. പല ചാനലുകൾക്കും നിങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ബൈറ്റും പലരും തന്നു കഴിഞ്ഞു. ഞങ്ങളിതുവരെ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ പരസ്യമായി CPM-ൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദുരാരോപണം, പച്ചക്കളവ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് മുന്നോട്ട് വന്നത്. അത് ഇതിൻ്റെ പ്രചരണം വിവാദം ഉണ്ടാക്കിയത് ആരാണോ അവർ അത് പിൻവലിയുകയും കൂട്ടായി നിന്നുകൊണ്ട് ഈ ആക്ടിനെ മറികടക്കാനോ
അല്ലെങ്കിൽ ആക്ടിന് വിധേയമായി വഖഫ് ബോർഡിന് ഡാമേജ് ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ സാമുദായികപരമായ താല്പര്യം സംരക്ഷിക്കാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ദൗർഭാഗ്യവശാൽ അതില്ലാതെ വീണ്ടും വീണ്ടും വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. അല്ല, CPM-ന്റെ വേദിയിൽ പങ്കെടുക്കാൻ സമസ്തയുടെ അനുമതി വേണോ വേണ്ടേ എന്നത് സമസ്തയുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഉമർ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിലും അവർക്ക് പങ്കെടുക്കാം. CPM-ന്റെ പരിപാടിയിൽ പങ്കെടുത്തതിലല്ല ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു പാടില്ല എന്നതിനെ പറ്റി പറയുന്നത്. അതല്ല ഞങ്ങൾ പറയുന്നത്, പച്ചക്കളവ് CPM വേദിയിൽ വിളിച്ച് പറയുന്നു. അത് കോൺഗ്രസിൻ്റെ വേദിയിലാണ്, BJP-യുടെ വേദിയിലാണ് പറയുന്നതെങ്കിലും ഇതേ വർത്തമാനം ഞങ്ങൾ പറയും. അതിന് വേദി ഒരുക്കപ്പെടുന്നവരോടും ഞങ്ങൾ പറയും. ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റിന് സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി CPM പൊതുവേദിയിൽ പറഞ്ഞു. അത് കളവാണ്. അത് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്ത് കൊണ്ട് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ ഒരു കൃത്യവും വ്യക്തവുമായ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ CPM പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കൊണ്ട് തെറ്റാണോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട്, അത് സമസ്ത മുഷാവറ തീരുമാനിക്കട്ടെ. ആര് പങ്കെടുക്കണം, ആരോട് അനുമതി ചോദിക്കണം എന്നൊക്കെ സമസ്ത നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. CPM-ന്റെ സെമിനാറുകളിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. ഞാനും CPM-ന്റെ പല വേദിയിലും സെമിനാറുകളിൽ പങ്കെടുത്ത വിഷയാധിഷ്ഠിതമായി, പ്രമേയാധിഷ്ഠിതമായി നിലപാട് നമ്മൾ പറയും. സംഘപരിവാർ വിരുദ്ധ സെമിനാർ, അതുപോലെ തന്നെ വഖഫ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട CPM നടത്തിയ ധാരാളം സെമിനാറിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ്. അതിലൊന്നും തെറ്റേ ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ പരസ്യമായി പച്ചക്കളവ്, രഹസ്യമായും പറയാൻ പാടില്ല, പരസ്യമായി പച്ചക്കളവ് പറയാൻ പാടില്ല. ഇതിനെയാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. എങ്ങനെ അല്ല, ഹമീദ് അലി ശിഹാബ് തങ്ങൾക്കും നിലപാട് പറയാം. ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോഴേക്കും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി തേജോവരം നടത്താൻ വേണ്ടി ആരും മെനക്കെട്ടാലും ശരിയല്ല. അത് സഗൗരവം എല്ലാവരും ഇടപെടേണ്ട കാര്യമാണ്. സൈബർ ഇടങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഞങ്ങളാരും പിറകോട്ട് പോകുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. സോഷ്യൽ ഓഡിറ്റിങ്ങിന് എല്ലാവരും വിധേയരാവേണ്ടതുണ്ട്. അതൊരു പൊതുപ്രവർത്തകന് സ്വന്തം ഉണ്ടാവുന്ന സാധാരണ കാര്യവുമാണ്. ഓഹോ, പരസ്യമായി പച്ചക്കളവ് പറയുന്നതിലെ അസാംഗത്യം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അങ്ങ് ചെയ്തത് ശരിയായില്ല ഉസ്താദേ എന്ന് ബഹുമാനത്തോടു കൂടി പറയുന്നതിൽ എന്താണ് കുഴപ്പം? അത് തെറ്റാണെന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ആ അധികാരം ആർക്കുണ്ട്? ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്താനോ, അദ്ദേഹം മോശക്കാരാണെന്ന് പറയാനോ, പണ്ഡിതനല്ലെന്ന് പറയാനോ ഞങ്ങൾ മെനക്കെട്ടില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ ബഹുമാനിക്കും, ആദരിക്കും. പക്ഷേ തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടും. ഇത് ഞാനല്ല പറഞ്ഞത്, ഞങ്ങളൊരു കൂട്ടായ സംഘടനയുടെ ഒരു അംഗം എന്ന് മാത്രമേ ഞാനതിലുള്ളൂ. അത് ആ നിയമത്തിൻ്റെ വഴിയേ പോട്ടെ. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടപെടുന്നില്ല. അതൊരു പ്രാദേശികമായ തർക്കം മാത്രമാണ്. ആ തർക്കത്തിൽ പോലീസ് ഇടപെട്ടാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടും നീതി പ്രതീക്ഷിക്കണം. അതില്ലാത്ത ദൗർഭാഗ്യകരമാണ്. ബൂട്ടിട്ടാണോ ബൂട്ട് അയച്ചു വെച്ചാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ആരാധനാലയങ്ങളിൽ പോലീസ് അനധികൃതമായി ഇടപെടാൻ പാടില്ല. വടകര നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ അതേ സംബന്ധിച്ചിടത്തോളം ഒരു കമൻറ്റ് നടത്തുന്നില്ല. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ.